ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്നാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പച്ചക്കറികൾ മാത്രമാണ് ഇന്നത്തെ ലഞ്ചിന് ഉണ്ടായിരുന്നുള്ളൂ. അത് മോരുകറിയും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയും. അപ്പോൾ മോരുകറി ഞാൻ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മൺകലത്തിലാണ് കേട്ടോ മോരുകറി വയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറികൾ മിക്കതും ഞാൻ ഈ ഒരു മൺകലത്തിൽ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺകലം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഷേപ്പും ആ കൊടുത്തിട്ടുള്ള ഷേപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം കറികൾ മിക്കത് അതിൽ വെക്കും. അതുപോലെ തന്നെ മീൻ കറി ഞാൻ വെക്കാറുണ്ട്. മത്തിയൊക്കെ ചെറിയ പീസാക്കി ഇട്ടിട്ട് അതിൽ വെക്കും ഞാൻ. പിന്നെ നമ്മൾ മോരുകറിക്കും അതുപോലെ സാമ്പാറിനൊക്കെ കഷ്ണങ്ങൾ ഇത്തിരി വലുതാക്കി നുറുക്കുന്ന പറയാം. പക്ഷേ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, ഭയങ്കര വലിയ കഷ്ണങ്ങളാവുന്നുണ്ട് പച്ചക്കറികൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, വല്ലാണ്ട് ചെറുതല്ല. അപ്പോൾ കുമ്പളങ്ങ ഞാൻ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്ത് അതിൽ വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുളക് പൊടി സാധാരണ ഇടാറില്ല, ഇന്നിപ്പോൾ ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബീട്രൂട്ട് ഈ ഒരു വെജിറ്റബിൾ ചോപ്പറിലാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുക. അതാവുമ്പോൾ പകുതി സമയ ലാഭമാണ്. അല്ലെങ്കിൽ ബീട്രൂട്ട് അരിഞ്ഞ് പിടിച്ചൊക്കെ വരുമ്പോൾ കുറേ നേരം എടുക്കും. എനിക്ക് ക്ഷമ കിട്ടാത്തൊരു പരിപാടിയാണ് അത്. ദേഷ്യം പറ്റും അത് ആ ഒരു ചെറിയ ഷേപ്പിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് വലിയ പീസാക്കിയിട്ട് ഈ ഒരു ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അതിൽ തങ്ങി നിൽക്കും. അപ്പോൾ അത് ശരിക്കും കറങ്ങില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ചെറിയ പീസാക്കിയിട്ടാട്ടോ അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിൽ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ പ്രാവശ്യം സവാളയൊന്നും ഇടുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് കറിക്കുള്ള അരപ്പുണ്ടല്ലോ അത് റെഡിയാക്കണം. അതിനായിട്ട് നാളികേരം, കുറച്ച് ചെറിയ ജീരകവും അതുപോലെ കുരുമുളകും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അത് അരച്ച് മാറ്റി വെച്ചപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ അത് ഒരു ഇത്തിരി കൂടി വേവാനുണ്ട്. നന്നായി കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആവും. അങ്ങനെയാണ് കുക്കായി എന്നറിയാം. ഇനി നമുക്ക് ഉപ്പേരി വയ്ക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഇളക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും നമ്മളുടെ കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്കുള്ള അരപ്പുണ്ടല്ലോ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് തിള വരാൻ വെക്കുന്നുണ്ട്. ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മോര് ചേർത്ത് കൊടുക്കുന്നത്. മോര് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കിയതാണ്. നല്ല പുളിച്ച മോരായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കടഞ്ഞെടുത്തിട്ട് അത് ചേർത്തതാണ്. അപ്പോൾ മോര് ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറന്നു, 2 ദിവസം പുറത്തിരിക്കുന്നത്. അത് നന്നായി പുളിച്ച് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു മോര് കറി വയ്ക്കാമെന്ന്. അല്ലെങ്കിൽ ഇവിടെ 3-4 മാസം കൂടുമ്പോഴൊക്കെ മോര് കറി വയ്ക്കാറുള്ളൂ. ഇവിടെ ചിലവാകാത്തൊരു കറിയാണ് മോര് കറി. ഇപ്രാവശ്യം പക്ഷേ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കുറേ നാൾ കഴിഞ്ഞ് ഉണ്ടാക്കിയത് നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉപ്പേരി വെന്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ടൊക്കെ അതിലേക്ക് വീണ്ടും നമ്മൾ വെന്തോന്നൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നാളികേരം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മോരുകറി വറുത്തിടാം. അതിനായിട്ട് വറവിനായിട്ടുള്ള പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടി വേണമെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ വറ്റൽമുളക് അത് പൊട്ടിച്ച് അതും ചേർക്കുന്നുണ്ട്. ഇനി വറ്റൽമുളക് പൊട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സംഭവം കാണാം. അത് ഇവിടെ സാധാരണ നടക്കുന്നൊരു പ്രതിഭാസമാണ്, എനിക്കൊരു പ്രശ്നമല്ല. ഇത് കണ്ടോ, ഇതാണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില കഴുകിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ വരും. അത് വെള്ളം ആ വെളിച്ചെണ്ണയിലാക്കി വരുമ്പോൾ അങ്ങനെ എത്തി വരുന്നതാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളത് മോരുകറിയിൽ ഒഴിച്ചു. നമ്മളുടെ ലഞ്ച് എല്ലാം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഞങ്ങളുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.